ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഞാൻ കേൾക്കുന്നുണ്ടോ നോക്കട്ടെ. തുളസി യാദവ്. ഓക്കെ, അടിപൊളിയാണ്. So in the last class we were discussing about hazards. So last topic was regarding handling data hazard in software. അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. കോൺസെപ്റ്റ് ഒന്നുകൂടി പറയാം. പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ നമ്മൾ നോക്കുക. പ്രീവിയസ് സ്ലൈഡ് ഞാൻ നോക്കാം. ഹിയർ ഓക്കെ, ഈ ഒരു ഇൻസ്ട്രക്ഷൻ നോക്കാം. പെർഫോമിംഗ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് R2, R3, R4. Here the destination register is R4. That R4 we are again using in add instruction. നോക്കുക, R5 again we are using R4 and after performing operation result goes to R6. അപ്പം മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്തിട്ട് നമുക്ക് R4ലേക്ക് ഡാറ്റ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ വിത്തൗട്ട് ഡാറ്റ ഹസാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, I2 സെക്കൻഡ് ഇൻസ്ട്രക്ഷനിൽ R4നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകൂടി പറയാം, മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നു, റിസൾട്ട് അവൈലബിൾ ഇൻ R4. അപ്പൊ R4ൽ എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, I2 ഇൻസ്ട്രക്ഷന് വീണ്ടും R4നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പ്രീവിയസ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അതിന്റെ ടൈമിംഗ് ഡയഗ്രാം വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, 2 ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞാൽ മാത്രമേ ഡാറ്റ അവൈലബിൾ ആവുന്നുള്ളൂ R4ൽ. 2 ക്ലോക്ക് സൈക്കിൾ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ R4ൽ ഡാറ്റ ഉള്ളൂ. അപ്പം ആ 2 ക്ലോക്ക് സൈക്കിൾ വേസ്റ്റ് ആവാതിരിക്കാൻ വി ആർ പെർഫോമിംഗ് നോ ഓപ്പറേഷൻ. ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈലറിന് വേണ്ട എന്തെങ്കിലും ഇൻസ്ട്രക്ഷനെ ആ ഗ്യാപ്പിൽ പെർഫോം ചെയ്യിപ്പിക്കാം. മാക്സിമം യൂട്ടിലൈസേഷൻ, CPU യൂട്ടിലൈസേഷൻ നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഹാർഡ്വെയറിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പം എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഐഡന്റിഫൈ ചെയ്താൽ ആ ഒരു ഡിലേ സ്ലോട്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് നോ ഓപ്പറേഷൻ ഒന്നും പെർഫോം ചെയ്യാണ്ടിരിക്കാം. അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വേറൊരു ഇൻസ്ട്രക്ഷനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഒന്നുകൂടി പറയാം, ഡാറ്റ ഡിപ്പെൻഡൻസി വന്നു ബിക്കോസ് R4 2 സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡിപ്പെൻഡൻസി റിസോൾവ് ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യണേൽ 2 ക്ലോക്ക് സൈക്കിൾ നമ്മൾ ഒന്നും ചെയ്യരുത്. കാരണം റിസൾട്ട് റൈറ്റ് ബാക്ക് ആയാലേ നമുക്ക് R4നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോ ഓപ്പറേഷനും പെർഫോം ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് നിൽക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ നിന്നൊന്നും ഡിപ്പെൻഡഡ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷനെ നമുക്ക് ആ ഗ്യാപ്പിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതാണ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റ ഹസാർഡ് അവോയ്ഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്. ബൈ പ്ലേസിങ് നോ ഓപ്പറേഷൻ, ഒന്നും ചെയ്യാത്ത ഇൻസ്ട്രക്ഷൻ നമ്മൾ പ്ലേസ് ചെയ്തിട്ട്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അഭിഷേക് സി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അഭിഷേക്. അനൈന ഓഡിബിൾ ആണോ? അനൈന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനൈന ഓക്കെ. ആരെങ്കിലും ആദ്യത്തെ ഒന്ന് മൈക്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, കേൾക്കുന്നുണ്ട്. താങ്ക് യു. ദെൻ ഇത് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതാ, സൈഡ് ഇഫക്ട്സ്. സൈഡ് ഇഫക്ട്, കോൺസെപ്റ്റ് ഓഫ് സൈഡ് ഇഫക്ട്. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് സൈഡ് ഇഫക്റ്റ് പറയുന്നത് ഇതാണ്. ചില ഇൻസ്ട്രക്ഷൻ നമ്മൾ പെർഫോം ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺസിഡർ ചെയ്ത ഒരു മെമ്മറി ലൊക്കേഷൻ അല്ലാതെ വേറൊരു ലൊക്കേഷനിലെ അത് അഫക്റ്റ് ചെയ്യും. പറയാൻ കാരണം ഇത്രയാണ്. പ്രീവിയസ് എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഹിയർ വി ആർ പെർഫോമിംഗ് ഓപ്പറേഷൻ ആൻഡ് ദ ഡെസ്റ്റിനേഷൻ ഓപ്പറന്റ്, അതായത് റിസൾട്ട് പ്ലേസ് ചെയ്യുന്ന ഓപ്പറന്റ് നമുക്കിത് ഫെമിലിയർ ആണ്. ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് R4. അഗൈൻ ആഫ്റ്റർ പെർഫോമിംഗ് ആഡ് ഇൻസ്ട്രക്ഷൻ R6 ഈസ് ദി ഡെസ്റ്റിനേഷൻ. കാരണം അഡീഷൻ പെർഫോം ചെയ്ത് റിസൾട്ട് അവൈലബിൾ ആവുന്നത് R6ലാണ്. ആഫ്റ്റർ പെർഫോമിംഗ് മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് അവൈലബിൾ അറ്റ് R4. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ടിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂഷൻ യൂണിറ്റിന് പറ്റും. പക്ഷെ ചില ഇൻസ്ട്രക്ഷൻസ് വരുമ്പം നമുക്ക് നോർമലി അതിനെ ഇൻസ്ട്രക്ഷൻ ബേസിൽ പ്ലേസ് ചെയ്യാൻ പറ്റൂല, റിസൾട്ടിനെ കറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഉണ്ടാവുന്ന ഒരു റിസ്ക് ആണ് നമ്മൾ ഓട്ടോ ഇൻക്രിമെന്റ് അല്ലെ ഓട്ടോ ഡിക്രിമെന്റ് മോഡ് യൂസ് ചെയ്യുമ്പോൾ പറ്റുന്നത്. എക്സാമ്പിൾ പറയാം. സപ്പോസ് വി ആർ യൂസിങ് ഓട്ടോ ഇൻക്രിമെന്റ് മോഡ്. മീൻ ചെയ്യുന്നത് എന്താ, കണ്ടന്റ് ഓഫ് R1
പ്ലസ് ഇങ്ങനെയാണ് നമ്മൾ വി ആർ റെപ്രസെന്റിങ് ഓട്ടോ ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ്. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ശരിയല്ലേ? സപ്പോസ് വാല്യൂ ഓഫ് ആർ വൺ ഈക്വൽ ടു 1000, which means we are placing the data in location 1000, then we are incrementing the data by 1, then content of r1 after placing the data in 1000, content of r1 will get increased, then content of r1 എന്തായിരിക്കും ചേഞ്ച് ചെയ്തിട്ട് 1001 ആയിട്ട് അത് മാറും. ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ടു നെക്സ്റ്റ് ലൊക്കേഷൻ. ഇനി നമുക്ക് വീണ്ടും പോയിട്ട് r1 എടുക്കാൻ ഓപ്ഷൻ ഉണ്ടോ? നമ്മൾ വേറെ മെക്കാനിസം യൂസ് ചെയ്യേണ്ടി വരും. നോർമൽ ഓട്ടോ ഇൻക്രിമെന്റ് മോഡിൽ ഡെസ്റ്റിനേഷൻ ഈസ് നൗ ചേഞ്ച്ഡ് ടു 1001. ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ചില ഇൻസ്ട്രക്ഷനിൽ വി ആർ ഫെമിലിയർ വിത്ത് ഡെസ്റ്റിനേഷൻ. ഹിയർ R4 ഈസ് ദി ഡെസ്റ്റിനേഷൻ. പെർഫോമിംഗ് ആഡ് ഓപ്പറേഷൻ R6 ഈസ് ദി ഡെസ്റ്റിനേഷൻ. ഹിയർ വി ആർ ഫെമിലിയർ വിത്ത് ഡെസ്റ്റിനേഷൻ. ഇനി ചില പ്രോബ്ലം ഉണ്ടാക്കും. സപ്പോസ് വി ആർ യൂസിങ് ഓട്ടോ ഇൻക്രിമെന്റ് ഓർ ഓട്ടോ ഡിക്രിമെന്റ് മോഡ്. എന്താ സംഭവിക്കുക? വി ആർ സെയിങ് വി ഹാവ് ടു പ്ലേസ് ദി ഡാറ്റ ഇൻ ഓട്ടോ ഇൻക്രിമെന്റ് മോഡ് അറ്റ് 1000. അതുകൊണ്ട് പ്ലേസ് ചെയ്യും. അത് നടക്കും. ഓക്കെ, പ്രോബ്ലം ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ഓട്ടോ ഇൻക്രിമെന്റ് ഇൻസ്ട്രക്ഷൻ R1ന്റെ കണ്ടന്റിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, 1001 ആക്കി വെച്ചിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ പോയിട്ട് R1ലെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസി അവിടെ പ്രോബ്ലം ഉണ്ടാക്കും. കാരണം അത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും, ഡെസ്റ്റിനേഷൻ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ സ്പെഷ്യൽ മെക്കാനിസം നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കുന്നതിനെ നമ്മൾ സൈഡ് ഇഫക്റ്റ് എന്നാണ് പറയാ. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? സൈഡ് ഇഫക്റ്റ് എന്ന് സൈഡ് ഹെഡിങ് എഴുതുക. എന്നിട്ട് ഒരു പോയിന്റ് അവിടെ എഴുതി വെക്കുക. ഡാറ്റ ഡിപ്പെൻഡൻസീസ് എൻകൗണ്ടേർഡ് ഇൻ പൈപ്പ്ലൈൻ. Data dependencies encountered in pipeline when an instruction that uses auto increment or auto decrement mode when instruction use auto increment or auto decrement mode, instruction changes content of a source register. Instruction changes content of a source register used to access one of its operand. Used to access one of its operand. Next line എഴുതാം. Here destination operand is affected. We can say that the instruction is, we can say that this instruction have a side effect in എഴുതാം. We can say that this instruction have side effect. കോൺസെപ്റ്റ് ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. നോർമലി നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ വി ആർ വെരി മച്ച് ഫെമിലിയർ വിത്ത് ദി ഡെസ്റ്റിനേഷൻ. എവിടെയാണ് ഡാറ്റേനെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ദെയർ ബൈ വി ക്യാൻ ഡയറക്ട്ലി ആസ്ക് ദി റിസൾട്ടിനെ നമുക്ക് ഡയറക്ട്ലി ആക്സസ് ചെയ്യാനും പറ്റും. സപ്പോസ് വെൻ വി ആർ യൂസിങ് ഓട്ടോ ഇൻക്രിമെന്റ് ഓർ ഓട്ടോ ഡിക്രിമെന്റ് മോഡ്, ആഫ്റ്റർ പ്ലേസിംഗ് ദി റിസൾട്ട് ഇൻ ദി ഡെസ്റ്റിനേഷൻ ഇറ്റ് വിൽ ഇൻക്രിമെന്റ് ദി മെമ്മറി ബൈ 1. ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് വെക്കും. പിന്നെയും നമ്മൾ ആ കണ്ടന്റിൽ പോയി നോക്കുമ്പോൾ ഡാറ്റ ചേഞ്ച് ആയിട്ടുണ്ടാവും. സൈഡ് ഇഫക്റ്റ് ആണ്. നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ഓപ്പറന്റിനെ നമുക്ക് കിട്ടൂല. ഇതിനെയാണ് നമ്മൾ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം നോർമലി ഉള്ള ഫ്ലോയില് ഇൻസ്ട്രക്ഷൻ ഫ്ലോ ചെയ്യണതിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈഡ് ഇഫക്ട്സ് കുറക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡാറ്റ ഹസാർഡ് അവോയ്ഡ് ചെയ്തിട്ട് പൈപ്പ് ലൈനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നെക്സ്റ്റ് ലൈനിൽ എഴുതുക.
For pipelining, we have to avoid side effects. We have to avoid side effect. Next line is the avoid setting of condition flag. Avoid setting of condition flag or updating the content of an address pointer. Or updating the content of an address pointer. Updating the content of address pointer means avoid auto increment or auto decrement mode. ഇതാണ് കോൺസെപ്റ്റ്. ഇനി സൈഡ് ഇഫക്റ്റിന് ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ചിലപ്പോൾ മനസ്സിലാവും. Suppose we have two instruction, add R1, R3 and add with carry R2, R4. മീൻ ചെയ്യുന്നത് ഇതാണ്, when we are performing R1, R3 അതിന്റെ ഒരു ക്യാരി ഉണ്ടാവും, റിസൾട്ടിൽ ഒരു ക്യാരി ഉണ്ടാവും. ആ ക്യാരി we have to add with R2, R4. ഇതാണ് സംഭവം. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ add R1, R3. After performing add R1, R3 ഡബിൾ പ്രിസിഷൻ നമ്പർ ആണ്, there will be a presence of carry. അപ്പം presence of carry വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യും. ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നു, ആ ക്യാരിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, R2നെയും R4നെയും ആഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നു. അപ്പം നമ്മൾ താഴെ എഴുതി വെച്ചു R4 ഈക്വൽ ടു R2 പ്ലസ് R4 എലോങ് വിത്ത് ക്യാരി. ഈ ക്യാരി എവിടെയാ വരുന്നത്, ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിലാണ് ക്യാരി വരുന്നത്. R1, R3യുടെ ക്യാരിയാണ് ഈ ക്യാരി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നോക്കുക, ഫ്ലാഗ് സെറ്റ് ചെയ്തത് എവിടെയാണ്, ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിലാണ്. ആൻഡ് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ആണ് അതിനെ ബേസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ഡിപ്പെൻഡൻസീസ് ആണ്, ഒന്നിന്റെ ഡിപ്പെൻഡൻസി മറ്റേതിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവര് തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്ത ഇൻസ്ട്രക്ഷനെ പിന്നീട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കുറച്ച് കേസസ് ഹാർഡ്വെയറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കുറച്ച് റിസ്ക് ആണ്. അപ്പം സ്മൂത്ത് ആയിട്ട് പൈപ്പ് ലൈനിങ് നടക്കണല് ഡിപ്പെൻഡൻസീസ് നമ്മൾ എപ്പോഴും ഒഴിവാക്കണം. ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞുതരാം, നിങ്ങൾ നോക്കുക. ഞാനൊന്ന് മാർക്കർ എടുക്കാം. ഒന്നെല്ലാവരും എന്റെ മാർക്കർ നോക്കുക. നമ്മുടെ എയിം എന്താണ്, വി ഹാവ് ടു റെഡ്യൂസ് ഓർ റിമൂവ് ദി ഡിപ്പെൻഡൻസീസ് ബിറ്റ്വീൻ ഇൻസ്ട്രക്ഷൻ. ഡിപ്പെൻഡൻസീസ് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് പൈപ്പ് ലൈനിങ് സ്മൂത്ത് ആവുള്ളൂ. ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷനെ വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും ഡിപ്പെൻഡഡ് ആവരുത്. ദെയർ ബൈ വി ക്യാൻ ഇംപ്രൂവ് പൈപ്പ് ലൈനിങ്. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഹിയർ വി ഹാവ് എൻ ഇൻസ്ട്രക്ഷൻ ആഡ് R1, R3. ഇവര് പറയുന്നത് ആഫ്റ്റർ പെർഫോമിങ് R1, R3 അവിടെ ഒരു ക്യാരി ഉണ്ട്. സപ്പോസ് ക്യാരി ഉണ്ടെന്ന് ഓർക്കുക. ക്യാരി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും. ക്യാരി ഫ്ലാഗ് സെറ്റ് ആയി. ദെൻ R2 പ്ലസ് R4ന്റെ കൂടെ വി ആർ ആഡിങ് ദിസ് ക്യാരി, ദെയർബൈ റിസൾട്ട് ഇസ് ഗോസ് ടു R4. അപ്പൊ എന്താ ആക്ച്വലി നടക്കുന്നത്, വി ആർ സെറ്റിംഗ് എ ക്യാരി ഫ്ലാഗ് ആഫ്റ്റർ പെർഫോമിങ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ക്യാരി ഫ്ലാഗ് വാല്യൂസ് യൂസ്ഡ് ഫോർ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഇവർ തമ്മിൽ എന്തുണ്ട്, ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഡിപ്പെൻഡൻസീസ് വന്നു കഴിഞ്ഞാൽ പൈപ്പ് ലൈനിങ്ങിൽ അത് സോൾവ് ചെയ്യണേൽ ഒരാൾ പെർഫോം ചെയ്യുന്നത് വെയിറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വന്നാലേ രണ്ടാമത്തെ ആൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അവർ തമ്മിലൊരു ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ ഡിപ്പെൻഡൻസീസ് ഒഴിവാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, ഇൻസ്ട്രക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അതാണ് പറയുന്നത്, വി ഹാവ് ടു അവോയ്ഡ് ഇങ്ങനെയുള്ള സൈഡ് ഇഫക്ട്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ആക്ഷൻസ് ഒക്കെ നമ്മൾ മിനിമൈസ് ചെയ്യണം പൈപ്പ് ലൈനിങ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? അതാണ് നമ്മൾ എഴുതിയത്. വി ഹാവ് ടു റെഡ്യൂസ് ദി കണ്ടീഷൻ ഫ്ലാഗ് സെറ്റിംഗ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യണം, സൈഡ് ഇഫക്ട്സ് റെഡ്യൂസ് ചെയ്യണം.
സെവിൻ, സേജൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ക്ലിയർ ആണോ? തുളസി ഒന്ന് മൈക്കിൽ റെസ്പോണ്ട് ചെയ്യാം. എന്താ സൈഡ് ഇഫക്റ്റ്? വാട്ട് ഈസ് സൈഡ് ഇഫക്റ്റ്? സെവിൻ ഒന്ന് മൈക്കിൽ റെസ്പോണ്ട് ചെയ്തേ, വാട്ട് ഈസ് സൈഡ് ഇഫക്റ്റ്? പറഞ്ഞോളൂ. സർ, ആ സൈഡ് എഫക്റ്റ് എടുക്കുന്ന ടൈമിൽ ഞാൻ എത്തിയിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് സൈഡ് ആയിട്ട് ഇങ്ങനെ നോക്കുക, ഇൻസ്ട്രക്ഷൻ ഹസാർഡ് എന്ന് എഴുതാം. ഇൻസ്ട്രക്ഷൻ ഹസാർഡ്. തനുശ്രീ, വാട്ട് ഈസ് ഇൻസ്ട്രക്ഷൻ ഹസാർഡ്? എന്തായിരുന്നു ഇൻസ്ട്രക്ഷൻ ഹസാർഡ്? അനുപമ ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് ഇൻസ്ട്രക്ഷൻ ഹസാർഡ്? അർപ്പിത് ഓർമ്മയുണ്ടോടാ ഇൻസ്ട്രക്ഷൻ ഹസാർഡ്? ഫസ്ന അബ്ദുൾ ലത്തീഫ്, ഞാൻ ഓഡിബിൾ ആണോ ഫസ്ന? ഓക്കെ, ഇൻസ്ട്രക്ഷൻ ഹസാർഡ് എന്ന് പറഞ്ഞാൽ നോർമലി വി ആർ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. അപ്പം ഇൻസ്ട്രക്ഷൻ സ്പീഡ് ആക്കാൻ വേണ്ടി വി ആർ പ്ലേസിംഗ് ദി ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻ ഇൻ ക്യാഷ് മെമ്മറി. അപ്പം ക്യാഷ് മെമ്മറിയിൽ ഡാറ്റ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെയിൻ മെമ്മറിയിൽ നിന്ന് വേണം ഡാറ്റേനെ ഫെച്ച് ചെയ്യാൻ. അപ്പം ടൈം കൂടും. ഓക്കെ, അപ്പം ഇൻസ്ട്രക്ഷൻ ഹസാർഡ് വരുന്നത് ക്യാഷ് മിസ് വരുമ്പോഴാണ്. നമുക്ക് നോർമലി ഉള്ള ടൈമിൽ ക്യാഷിൽ നിന്ന് ഡാറ്റനെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ മെയിൻ മെമ്മറിയിൽ പോയിട്ട് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യേണ്ടി വരും. ആ ഒരു ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യും. അവിടെയാണ് എന്ത് വരുന്നത്? ഇൻസ്ട്രക്ഷൻ ഹസാർഡ് വരുന്നത്. നോർമൽ ഫ്ലോ അവിടെ കിട്ടൂല നമുക്ക്. ഇതിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഹസാർഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു പോയിന്റ് അവിടെ എഴുതി വെക്കുക, ഇൻസ്ട്രക്ഷൻ ഹസാർഡ് ഡ്യൂ ടു ക്യാഷ് മിസ് ഓർ ഡ്യൂ ടു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ or due to branch instruction. or due to branch instruction. ഇനി എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ ഹസാർഡ് വരുന്നത് ഡ്യൂറിങ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഡയഗ്രം നോക്കുക എല്ലാവരും. അശ്വിൻ, ഈ ഡയഗ്രം ക്ലിയർ ആണോ? അശ്വിൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഡയഗ്രം ക്ലിയർ ആണോ? ആരോമൽ, ഓക്കെ നോക്കുക. സപ്പോസ് വി ഹാവ് an instruction I1. First clock cycle we are fetching instruction I1. Then second clock cycle, this is our second clock cycle, we are fetching next instruction F2. Fetch നടന്നു. During execution stage we are identifying that it is a branch instruction. Execution stage നമുക്ക് മനസ്സിലായി it is a branch instruction. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ നോർമലി നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഓർ ഫെച്ച് ചെയ്യേണ്ടത് ബ്രാഞ്ച് ടാർഗറ്റിലെ ഇൻസ്ട്രക്ഷൻ ആണ്. നോക്കുക, സപ്പോസ് അവർ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ടാർഗറ്റ് ഉള്ളത് FK ആണെന്ന് ഓർക്കുക. ഇതാണ് നമ്മുടെ ബ്രാഞ്ച് ടാർഗറ്റ്. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്തത് ബ്രാഞ്ച് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ I3 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ നമ്മൾ നോർമലി ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് E2 എക്സിക്യൂട്ട് ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ വി ആർ ഫെച്ചിങ് I3. വേറൊരു ഇൻസ്ട്രക്ഷൻ ആണ്, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് I2ന് മനസ്സിലായത്
I2 ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ I3നെ കംപ്ലീറ്റ് ഡിസ്കാർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നേരെ IK അതായത് ബ്രാഞ്ച് ടാർഗറ്റിൽ പോയിട്ട് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഇതാണ് I3നെ കംപ്ലീറ്റ് നമ്മൾ പൈപ്പ് ലൈനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞ് നമ്മൾ പുതിയ ടാർഗറ്റിൽ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേജസിലേക്ക് വരും. ഇതിനെയാണ് നമ്മൾ ബ്രാഞ്ച് പെനാൽറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. I1 ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് ഡീകോഡ്. സെക്കൻഡ് സ്റ്റേജിൽ ഫെച്ച് എക്സിക്യൂട്ട് 2 സ്റ്റേജേ ഉള്ളൂ. I2 ഫെച്ച് ചെയ്തു എക്സിക്യൂട്ട് ചെയ്തു. ഡ്യൂറിങ് എക്സിക്യൂഷൻ I2ന് മനസ്സിലായി ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ബ്രാഞ്ച് ടാർഗറ്റിൽ പോയിട്ട് വേണം ഫെച്ച് ചെയ്യാൻ. IK ആണ് ബ്രാഞ്ച് ടാർഗറ്റ് എന്ന് വിചാരിക്കുക. അപ്പം ആ എക്സിക്യൂഷനിൽ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ I3 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ നമ്മുടെ പൈപ്പ് ലൈൻ ഫെച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. അപ്പം ഈ I3 ഇൻസ്ട്രക്ഷൻ നമ്മൾ കംപ്ലീറ്റ് കളയേണ്ടി വരും. കാരണം എന്താ? ഇനി അത് പെർഫോം ചെയ്യേണ്ടത് ബ്രാഞ്ചിനെയാണ്. IKയിലേക്ക് പോയി നെക്സ്റ്റ് ദെയർബൈ IK+1 ബ്രാഞ്ച് അസോസിയേറ്റ് ചെയ്ത് ഇൻസ്ട്രക്ഷനെ മാത്രമേ അതിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാന്നൊക്കെയാണ് ഇനി പഠിക്കുന്നത്. കാര്യം മനസ്സിലായോ? ലിയാന, മറിയം, മിൻഹജ്. ഓക്കെ, അപ്പം എഴുതാ. ഈ ഒരു ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. ഈ ഒരു ഡയഗ്രാം സ്ക്രീൻഷോട്ട് ചെയ്യാം. In branch instruction, branch address is calculated at E2. This is E2. Branch address is calculated at E2. So instruction I3 is discarded. So instruction I3 is discarded. And target instruction IK fetched in clock cycle 4. Target instruction IK fetched in clock cycle 4. Sir, and fetched in clock cycle 4. Fetched in clock cycle 4. അപ്പം ക്ലോക്ക് സൈക്കിൾ 3 ശരിക്കും നമുക്ക് എന്തായി? വേസ്റ്റ് ആയിപ്പോയി. 3ൽ നമ്മൾ ഫെച്ച് ചെയ്ത F3നെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് F2 ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്. F2 ഡിസർവ് ചെയ്യുന്നത് FKനെയാണ്, ബ്രാഞ്ച് ടാർഗറ്റ് ആണ്. ഇൻ ബിറ്റ്വീൻ I3നെ നമ്മൾ ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ബ്രാഞ്ചിന്റെ അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയുക. നമ്മളെ പൈപ്പ് ലൈനിങ് ആ ഇൻസ്ട്രക്ഷനെ കംപ്ലീറ്റ് നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയും. ബ്രാഞ്ച് പെനാൽറ്റി ഇതിനെ നമ്മൾ ബ്രാഞ്ച് പെനാൽറ്റി എന്ന് പറയുന്നു. Here branch penalty equal to 1. The time lost as a result of branch instruction. The time lost as a result of branch instruction is known as branch penalty. Time lost as a result of branch instruction is known as branch penalty. 10. Here we have only 2 pipelining stage, fetch and execute. ഇനി നമുക്ക് 4 പറഞ്ഞു. ബ്രാഞ്ച് പെനാൽറ്റി ഈക്വൽ ടു 1 എന്ന് എന്തുകൊണ്ട് പറഞ്ഞത്? ഇവിടെ ഒരു ക്ലോക്ക് സൈക്കിളാ പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ 2 ക്ലോക്ക് പറയുമ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നിങ്ങൾ നോക്കുക. ഈ ഒരു ഇൻസ്ട്രക്ഷൻ നോക്കുക. ഞാൻ ഫുൾ സ്ക്രീൻ ഇടാം, ആരും ലീവ് ചെയ്യരുത്. സപ്പോസ് ഇത് നേരത്തെ നമുക്ക് 2 പൈപ്പ് ലൈനിങ് സ്റ്റേജിലെ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തു. വിച്ച് ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട്. നോർമലി നമുക്ക് 4 സ്റ്റേജസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. വി ഹാവ് ടു ഫെച്ച് ദി ഇൻസ്ട്രക്ഷൻ, ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ, എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ ആൻഡ് റൈറ്റ് ബാക്ക് ദി റിസൾട്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ, ഹിയർ എന്റെ പോയിന്റർ നോക്കുക. I2 is my branch instruction, ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്. എക്സിക്യൂഷൻ സ്റ്റേജിലാണ് ബ്രാഞ്ചിങ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ, അതായത്
ഡീകോഡ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടില്ല, ഡ്യൂറിങ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴായിരുന്നു അത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങിന് മനസ്സിലായി കഴിഞ്ഞാൽ ക്ലോക്ക് സൈക്കിൾ 4 നോക്കുക. 4-ലാകുമ്പോഴേക്കും 2 ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് പോയിട്ടുണ്ട്, F3 F4. അതായത് I3 I4 നമ്മൾ ഫെച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും, ഫ്ലഷ് ഔട്ട് ചെയ്യേണ്ടി വരും. ഹിയർ ഡിലേ 2 ആണ്. നോക്കുക, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നോർമലി നടന്നു, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഇസ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. ഐഡന്റിഫൈങ് ചെയ്യുന്നത് നമ്മൾ 4th ക്ലോക്ക് സൈക്കിളിലാണ്. ഡ്യൂറിങ് എക്സിക്യൂഷനിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു പോയാൽ അതിന് മുന്നേ ഫെച്ച് ചെയ്ത് I3 ആൻഡ് I4 ബ്ലൂ കളറിൽ കാണുന്നത് വേസ്റ്റ് ആയി. നമുക്ക് ആ ഇൻസ്ട്രക്ഷനെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. ടാർഗറ്റ് IK ആണ്, നമ്മൾ അതിനെ നോർമലി എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഈ 2 ഇൻസ്ട്രക്ഷനെ നമ്മൾ റോൾ ബാക്ക് ചെയ്യേണ്ടി വരും, ഒന്നും ചെയ്യാൻ പറ്റൂല ഡ്യൂറിങ് എക്സിക്യൂഷനിൽ നമ്മൾ മനസ്സിലാക്കിയാൽ. അപ്പം ബ്രാഞ്ച് ഡിലേ അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് പെനാൽറ്റി കുറക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീകോഡിംഗ് സ്റ്റേജിൽ തന്നെ നമ്മൾ അതൊരു ബ്രാഞ്ച് ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. വെൻ വി ആർ ഐഡന്റിഫൈയിങ് ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഇൻ ഡീകോഡ് സ്റ്റേജ്. ഡീകോഡ് സ്റ്റേജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ബ്രാഞ്ച് പെനാൽറ്റി ഒന്നേ ഉള്ളൂ, ഒരു ഇൻസ്ട്രക്ഷനെ തന്നെ നമ്മൾ റോൾ ബാക്ക് ചെയ്താൽ മതി. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഞാൻ മാർക്കർ ഒന്ന് യൂസ് ചെയ്ത് പറയാം. നോക്കുക, ഹിയർ ഡ്യൂറിങ് എക്സിക്യൂഷൻ സ്റ്റേജ് വി ആർ ഐഡന്റിഫൈയിങ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. എക്സിക്യൂഷൻ സ്റ്റേജ് മീൻസ് ക്ലോക്ക് സൈക്കിൾ 4 ആണ്. ക്ലോക്ക് സൈക്കിൾ 4 ആകുമ്പോഴേക്കും വി ആർ ഫെച്ചിങ് I3 ആൻഡ് I4. ഇതിന് രണ്ടിനെയും നമ്മൾ ഫെച്ച് ചെയ്തു. എക്സിക്യൂഷൻ സ്റ്റേജിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. ദെൻ വി ആർ ഗോയിങ് ടു IK, ബ്രാഞ്ച് ടാർഗറ്റിലേക്ക് പോകുന്നു. ഇൻ ബിറ്റ്വീൻ നമ്മൾ എടുത്ത ഈ 2 ഇൻസ്ട്രക്ഷനെ നമ്മൾ റോൾ ബാക്ക് ചെയ്യണം ഓർ റിമൂവ് ചെയ്യേണ്ടി വരും ഫ്രം ദി പൈപ്പ് ലൈനിങ്. ഇനി സപ്പോസ് വി ആർ ഐഡന്റിഫൈയിങ് ബ്രാഞ്ചിങ് ഇൻ ഡീകോഡിംഗ് സ്റ്റേജ്. ഡീകോഡിംഗിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനെ മാത്രമേ നമ്മൾ ഫെച്ച് ചെയ്ത് പോകുന്നുള്ളൂ, ദാറ്റ് ഈസ് I3. അപ്പൊ ഹിയർ ബ്രാഞ്ച് പെനാൽറ്റി 1 ആണ്, ഹിയർ ബ്രാഞ്ച് പെനാൽറ്റി ഈക്വൽ ടു 2 ആണ്. നമ്മുടെ എയിം എന്താ? വി ഹാവ് ടു ഐഡന്റിഫൈ ബ്രാഞ്ചിങ് ഇൻ ഡീകോഡിംഗ് സ്റ്റേജ് ഇറ്റ് സെൽഫ്. ഡീകോഡിംഗിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ കുറെ ഇൻസ്ട്രക്ഷനെ നമ്മൾ വെറുതെ പൈപ്പ് ലൈനിലേക്ക് എടുത്തു പോകും. ഇപ്പൊ ക്ലിയർ അല്ലേ? അഭിനവ്, സെവിൻ, തുളസി, വിഷ്ണു, ക്ലിയർ ആണോ? നേരത്തെ ഡൗട്ട് ചോദിച്ച ആരായിരുന്നു? ഓക്കെ, നമ്മൾ ആ പോയിന്റ് എഴുതി വെക്കാം. നെക്സ്റ്റ് ലൈൻ എഴുതാം. when we have 4 pipeline stages, when we have 4 pipelining stages, when we identify branching in execution, when we identify branching in execution stage, branch penalty equal to 2. When we are identifying branching in execution stage, branch penalty 2 ആണ്, നോട്ട് ഡൗൺ ചെയ്യാം. Then branching identifying in decoding stage, branch penalty equal to 1. Branch penalty equal to 1. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എഴുതാം. ഇൻസ്ട്രക്ഷൻ ക്യൂ ആൻഡ് പ്രീഫെച്ചിങ്. ഇൻസ്ട്രക്ഷൻ ക്യൂ ആൻഡ് പ്രീഫെച്ചിങ്. നമ്മൾ ഇൻസ്ട്രക്ഷൻ ഹസാർഡ് വന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. നോർമലി വി ആർ ഫെച്ചിങ് ഡാറ്റ ഫ്രം ദി ക്യാഷ് മെമ്മറി. ഇൻസ്ട്രക്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ക്യാഷ്, സോ വി ഹാവ് ടു ഫെച്ച് ദി ഇൻസ്ട്രക്ഷൻ ഫ്രം പ്രൈമറി മെമ്മറി ഓർ മെയിൻ മെമ്മറി എന്ന് പറയാം.
ആ ഒരു പ്രോബ്ലം ആണ് ഇൻസ്ട്രക്ഷൻ ഹസാർഡിന് കാരണമാവുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഫെച്ച് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫെച്ച് യൂണിറ്റ് കൊണ്ടുവന്നു. ഫെച്ച് യൂണിറ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഇൻസ്ട്രക്ഷനെ ഒക്കെ നമ്മളൊരു ക്യൂവിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കും. ഇൻസ്ട്രക്ഷൻ ക്യൂവിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കും. ദെൻ ഡീകോഡ് യൂണിറ്റിന് ക്യൂവിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ 1 by 1 ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് ഡീകോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ എപ്പോഴും ക്യൂവിൽ ഉണ്ടാവും. നമ്മൾ ഫെച്ച് ചെയ്യാനുള്ള ആ ഡിലേ നമുക്ക് എന്തുണ്ടാവും, ഒഴിവാക്കി കിട്ടും. കറക്റ്റ് ടൈമിൽ ഫെച്ച് ചെയ്യാൻ പറ്റാത്തതാണല്ലോ ഇൻസ്ട്രക്ഷൻ ഹസാർഡ് ഉണ്ടാകാനുള്ള കാരണം. കറക്റ്റ് ടൈമിൽ ഫെച്ച് ചെയ്യാൻ പറ്റാത്തതാണ് ഇൻസ്ട്രക്ഷൻ ഹസാർഡ് ഉണ്ടാവാൻ കാരണം. ദർ നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ഒരു ഫെച്ച് യൂണിറ്റ് യൂസ് ചെയ്യുന്നു. ഫെച്ച് യൂണിറ്റ് അഡ്വാൻസ് ആയിട്ട് ഇൻസ്ട്രക്ഷനെ ഒക്കെ ഫെച്ച് ചെയ്ത് എവിടെ വെച്ചിട്ടുണ്ട്, ഒരു ക്യൂവിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഡീകോഡിങ് യൂണിറ്റിന് എന്ത് ചെയ്താൽ മതി, ക്യൂന്ന് ആ ഇൻസ്ട്രക്ഷൻ എടുത്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പം ഡീകോഡ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇൻസ്ട്രക്ഷൻ അവൈലബിൾ ആണ്, എവിടെ, ക്യൂവിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്ട്രക്ഷൻ ഹസാർഡ് കുറെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഇനി നമ്മളെ ഈ ഫെച്ച് യൂണിറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഈ ഫെച്ച് യൂണിറ്റിന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണോ അതോ നോർമൽ ഇൻസ്ട്രക്ഷൻ ആണോ എന്നുള്ളത്. അപ്പം അത് ഐഡന്റിഫൈ ചെയ്യാൻ ഫെച്ച് യൂണിറ്റിന് പറ്റുന്നത് കൊണ്ട് ബ്രാഞ്ച് പെനാൾട്ടി, ബ്രാഞ്ച് ഡിലേ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സർക്യൂട്ടറിയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പറയാം, നേരത്തെ ബ്രാഞ്ചിങ് വന്നപ്പം നമ്മൾ വെറുതെ ഒരു ഇൻസ്ട്രക്ഷനെ വേസ്റ്റ് ആക്കി കളയേണ്ടി വന്നു. അപ്പം ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണോ എന്നുള്ള കാര്യം കൂടി മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുമ്പോൾ തന്നെ ആർക്ക് മനസ്സിലാവും, ഫെച്ച് യൂണിറ്റിന് മനസ്സിലാവും. ദെൻ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനൊക്കെ അത് പ്ലേസ് ചെയ്യുന്നു, ഒരു ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ പ്ലേസ് ചെയ്യുന്നു. ആ ഇൻസ്ട്രക്ഷൻ ക്യൂവിന്റെ ഒരു എൻഡിൽ നിന്ന് ഡിസ്പാച്ച് യൂണിറ്റ് ഓർ ഡീകോഡ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു, ആ ഇൻസ്ട്രക്ഷനെ എടുക്കുന്നു. ഓൾവേസ് ഇൻസ്ട്രക്ഷൻ അവൈലബിൾ ഇൻ ഇൻസ്ട്രക്ഷൻ ക്യൂ. അതുകൊണ്ട് ഡിസ്പാച്ച് യൂണിറ്റിന് ഡിലേ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം എക്സിക്യൂഷൻ പോസിബിൾ ആക്കാൻ പറ്റും. ഈ ഒരു എക്സ്പ്ലനേഷൻ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, ദെൻ ഒരു പോയിന്റ് അവിടെ എഴുതി വെക്കുക, ഇൻസ്ട്രക്ഷൻ ക്യൂ ആൻഡ് പ്രീഫെച്ചിങ്. ഇൻസ്ട്രക്ഷൻ ക്യൂ ആൻഡ് പ്രീഫെച്ചിങ്. ഈ ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. നെക്സ്റ്റ് ലൈനിൽ എഴുതാം, ടു അവോയ്ഡ് ക്യാഷ് മിസ് ഓർ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ സ്റ്റാൾ. ടു അവോയ്ഡ് ക്യാഷ് മിസ് ഓർ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ സ്റ്റാൾ. We have separate unit. We have separate unit that can fetch the instruction. That can fetch the instruction before they are needed. That can fetch the instruction before they are needed. Next line is a dispatch unit or decoder. A dispatch unit or decoder takes the instruction from the queue. Take the instruction from the queue and send them to execution unit. Next line is the fetch unit have sufficient decoding and processing capability. Sufficient decoding and processing capability to recognize a branch instruction.
ഇത്രയും പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് പ്രോസസ്സിംഗ് capability to recognize a branch instruction. ഓക്കെ, അപ്പം ഇത്രയും കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഹിയർ വി ഹാവ് 2 എക്സ്ട്രാ കോമ്പണൻസ്. അതായത് നോർമലി ഉള്ളത് തന്നെ കോമ്പണൻസ് ആക്ട് ചെയ്യുന്നു ആസ് എ ഫെച്ച് യൂണിറ്റ്. അടുത്ത ആളൊരു ഡീകോഡർ യൂണിറ്റ് ആയിട്ട് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇൻസ്ട്രക്ഷൻ എല്ലാം അവൈലബിൾ ഇൻ ക്യൂവിൽ ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് ഡീകോഡിംഗ് യൂണിറ്റിനെ ഓരോന്ന് എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറ്റുന്നു.